ആഗോളതലത്തിൽ ഒക്കെ പറയാം. കാരണം പല ഇന്ത്യക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ ചർച്ച ഈ പാറ്റ വിപ്ലവത്തെക്കുറിച്ചാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. അതിലേക്കാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ രംഗത്തെത്തി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് മരവിപ്പിച്ചു. അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും തടഞ്ഞുവെക്കാനും ഒക്കെ കഴിയും, എന്നാൽ പോരാട്ടത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും അഭിജിത്ത് ദീപ്കെ പറയുകയാണ്. വിനീത വിജി വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, അക്ഷരാർത്ഥത്തിൽ കേന്ദ്രം പാർട്ടിയെ പേടിക്കുന്നുണ്ട് എന്നുള്ള തെളിവ് തന്നെയാണ് എക്സ് ഉൾപ്പെടെയുള്ള അവരുടെ അക്കൗണ്ടുകളൊക്കെ പൂട്ടിപ്പിച്ചത്. സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഇത് പറയുന്നത് എങ്കിലും തീർച്ചയായും അവരുടെ അജണ്ട എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അഭിജിത്ത് വീണ്ടും ഒരു പോസ്റ്റുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടല്ലേ? അമൃത, സുരക്ഷാ കാരണങ്ങൾ എന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ അടക്കം ചോദ്യം ചെയ്യുന്നതും ഒപ്പം തന്നെ ഈ അക്കൗണ്ടുകളിലൂടെ വരുന്നത് പ്രകോപനപരമായിട്ടുള്ള കണ്ടന്റുകളെന്നുമാണ് വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 2020 IT ആക്ട് പ്രകാരമാണ് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ പൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും തടയാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ പോരാട്ടത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കുന്നത്. സ്വേച്ഛാധിപത്യത്തിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രസ്ഥാനത്തെ, ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഉടലെടുത്തൊരു പ്രസ്ഥാനം, പിന്നീട് ഇപ്പോൾ വരുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെയൊക്കെ അത് നർമ്മരൂപത്തിലേക്കൊക്കെ തന്നെ അവതരിപ്പിക്കുകയും അതിൽ വലിയ വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഞങ്ങളെന്നും അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ഈ പോരാട്ടം അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ പോരാട്ടങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, പാർട്ടികൾ ഒരിക്കലും മരിക്കില്ലെന്നും അഭിജിത്ത് ദീപ്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. യെസ്, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനോടകം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.